الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم وما أدراك ما يوم الدين ثم ما أدراك ما يوم الدين يوم لا تملك نفس لنفس شيئا والأمر يومئذ لله സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കാലാവസ്ഥകളുടെ ഭീമമായ വ്യതിയാനങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സൂറത്തുൽ ഫാത്തിഹയാണ് നാം ഏതാനും ആഴ്ചകളായി ഖുതുബയിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അർ-റഹ്മാനിർ റഹീം വരെ നാം മനസ്സിലാക്കി. ഇനി മാലിക് യൗമിദ്ദീൻ, അതാണ് നമുക്ക് വിശദമായി പഠിക്കാനുള്ളത്. 3 പദങ്ങളാണ് ആ കൊച്ചു വചനത്തിലുള്ളത്. മാലിക്, ഉടമസ്ഥൻ, അധികാരി എന്നൊക്കെ അർത്ഥത്തിലാണ്. യൗമെന്ന് പറഞ്ഞാൽ ദിവസം, അദ്ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫല നടപടി. അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടാണ് അടിമ പറയുന്നത്. അള്ളാഹുവിനെ വാഴ്ത്തുകയാണ്. മജ്ജദനി അബ്ദി, എൻ്റെ ദാസൻ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, വാഴ്ത്തി പറഞ്ഞിരിക്കുന്നു. മാലിക് യൗമിദ്ദീൻ എന്ന് അള്ളാഹിൻ്റെ ദാസൻ നമസ്കാരത്തിലാവട്ടെ അല്ലാത്തപ്പോഴാവട്ടെ ഫാത്തിഹയിലൂടെ റബ്ബിനെ വാഴ്ത്തുകയാണ് ചെയ്യുന്നത്. പ്രതിഫല നടപടിയുടെ ആ ദിവസത്തിൻ്റെ പരിപൂർണ അധികാരി എൻ്റെ റബ്ബാകുന്നു എന്നാണ് ദാസൻ പറഞ്ഞത്. ഒരാൾക്കും ഇടപെടാൻ കഴിയാതെ, ഒരാൾക്കും സ്വാധീനം ചെലുത്താൻ കഴിയാതെ റബ്ബ് മാത്രം തീരുമാനമെടുക്കുന്ന, അതാണ് മാലിക്. ഉടമസ്ഥത, അധികാരം ഒക്കെ റബ്ബിന് മാത്രമാണ്. പക്ഷേ ആദ്യം അള്ളാഹുവിന് സ്തുതി അർപ്പിച്ചു. മുഴുവൻ സ്തുതിയും പ്രപഞ്ചനാഥനായ അള്ളാഹുവിനാവുന്നു. എൻ്റെ റബ്ബും പ്രപഞ്ചത്തിൻ്റെ നാഥനുമായ അള്ളാഹുവിനാവുന്നു മുഴുവൻ സ്തുതി.
വീണ്ടും വാഴ്ത്തി അർ-റഹ്മാനിർ റഹീം, അവൻ പരമകാരുണ്യകനാണ്, കരുണാവാരിധിയാവുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണല്ലോ മാലിക് യൗമിദ്ദീൻ എന്ന് നാം പറഞ്ഞത്. അവിടെ ഒരു ആശ്വാസത്തിന് വകയുണ്ട്. അതുകൊണ്ട് തന്നെ റബ്ബ് പറഞ്ഞത് കതബ അലാ നഫ്സിഹിർ റഹ്മ ലയജ്മഅന്നകും ഇലാ യൗമിൽ ഖിയാമ ലാ റൈബ ഫീഹി. കതബ അലാ നഫ്സിഹിർ റഹ്മ, അല്ലാഹു സ്വയം അവന്റെ മേൽ കാരുണ്യം നിശ്ചയിച്ചിരിക്കുന്നു. ലയജ്മഅന്നകും ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. ലാ റൈബ ഫീഹി, ഒരു സംശയവുമില്ല. മുഴുവൻ സൃഷ്ടികളെയും ഒരുമിച്ച് കൂട്ടി നീതിമാനായ റബ്ബ് അവന്റെ വിശ്വാസവും കർമ്മങ്ങളും പരിഗണിച്ചുകൊണ്ട് ഒരാളുടെ ശുപാർശയും സ്വീകരിക്കാതെ ഒരാളുടെ സ്വാധീനത്തിനും വഴങ്ങാതെ നീതി മാത്രം നടപ്പാക്കുന്ന റബ്ബ് അവൻ കരുണയായി പ്രഖ്യാപിക്കുന്നു, നിങ്ങളെ മുഴുവൻ ഞാൻ ഒരുമിച്ച് കൂട്ടാമെന്നത്. എങ്ങനെയാണത് കരുണയായത് എന്നുകൂടി മനസ്സിലാക്കണം. ദുനിയാവിലെ നമ്മുടെ ജീവിതത്തിൽ അനേകം സന്ദർഭങ്ങളിൽ നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ അടിമകളിൽ വിശ്വാസത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്, നിരപരാധികൾ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട്, അപരാധികൾ സമ്പത്തിന്റെ ശക്തി കൊണ്ടോ അധികാരത്തിന്റെ ശക്തി കൊണ്ടോ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് നടപടികളിൽ നിന്ന്. അർഹതപ്പെട്ടത് കിട്ടാതെ പോയിട്ടുണ്ട്. ആ ദാസനോട് റബ്ബ് കരുണ പറയുന്നു, ഞാൻ ഒരുമിച്ച് കൂട്ടി തീരുമാനമെടുക്കും. അന്ന് സമ്പത്തിനോ അധികാരികൾക്കോ ഭൂരിപക്ഷത്തിനോ സ്വാധീനങ്ങൾക്കോ യാതൊരു വരെയും ഉണ്ടാവുകയില്ല. അപ്പൊ ആദ്യം കാരുണ്യത്തിന്റെ വശമാണ് അതിൽ വച്ചത്. പക്ഷേ കാരുണ്യം മാത്രമല്ലല്ലോ, ആരും സഹായിക്കാനില്ലാത്ത ആ ദിവസത്തിൽ, ഒരാളുടെ ശുപാർശയും സ്വീകരിക്കാത്ത ദിവസത്തിൽ, പ്രപഞ്ചനാഥന്റെ മുമ്പിൽ അവന്റെ തീരുമാനം കാത്തു നിൽക്കേണ്ടി വരുന്ന ആ ദിനത്തെ ഭയത്തോടുകൂടി തന്നെയാണല്ലോ ഓരോ അടിമയും കാണുന്നത്. അള്ളാഹ് തന്നെ ചെറിയ സൂറത്തിൽ ആ യൗമുദ്ദീനെ വിശദീകരിക്കുന്നുണ്ട്. വമാ അദ്റാക മാ യൗമുദ്ദീൻ, ഇൻഫിത്താർ, സൂറത്ത് ഇൻഫിത്താറിൽ അള്ളാഹ് പറയാം, വമാ അദ്റാക മാ യൗമുദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ആ ദിനമെന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ പ്രവാചകരെ? സംബോധന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. നമുക്കറിയാം, ഖിയാമത്ത് നാൾ വരെയുള്ള വിശ്വാസികളോടുള്ള ചോദ്യമാണ്. വമാ അദ്റാക മാ യൗമുദ്ദീൻ, ആ പ്രതിഫലം നൽകുന്ന ദിവസം അതെന്താണെന്ന് നിനക്കറിയുമോ? സുമ്മമാ അദ്റാക മാ യൗമുദ്ദീൻ, അല്ലാഹു ആവർത്തിക്കാം, പിന്നെയും നിനക്കറിയാതെ ആ ദിവസം എന്താണെന്നറിയോ? എന്തിനാണ് സഹോദരങ്ങളെ ആ ദിവസത്തെ പറ്റി പറഞ്ഞു കൊടുത്താൽ പോരെ? ചോദ്യം എന്തിനാണ് ചോദിക്കുന്നത്? ആ ദിവസത്തെ പറ്റി അറിയോ? ആ ദിവസം എന്താണെന്ന് പറഞ്ഞു കൊടുത്താൽ പോരെ? ആ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് അല്ലാഹു അടിയാന്മാരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ആ ദിവസത്തിന്റെ ഗൗരവത്തിലേക്ക്. അത് 2 തവണ ആവർത്തിക്കുമ്പോൾ കൂടുതൽ ഗൗരവം വന്നു. യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ശൈആ, ആ ദിവസം അറിയുമോ? ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഒന്നും ഉടമപ്പെടുത്താൻ കഴിയാത്ത ദിവസമാണ്. വല്ലംറു യൗമഇദിൻ ലില്ലാഹ്, മുഴുവൻ തീരുമാനങ്ങളും അല്ലാഹുവിന് മാത്രമാണ്. ഒരാൾക്ക് ഇടപെടാൻ പറ്റില്ല, ഒരാൾക്കും ഇടപെടാൻ പറ്റില്ല. മുഴുവൻ തീരുമാനവും റബ്ബിൻ്റെതാണ്. ഒരു സ്വാധീനത്തിനും വഴങ്ങാത്തവനാണ് റബ്ബ്. പ്രിയ സഹോദരങ്ങളെ, നാം ആദ്യ ആഴ്ച ചൂണ്ടിക്കാണിച്ചത് ഖുർആനിലെ മുഴുവൻ വചനങ്ങളും ആശയങ്ങളും
സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ മരണം, ഖിയാമത്തിന് മുമ്പുള്ള ബർസഖിയായ ജീവിതം, മനുഷ്യന്റെ ഉയർത്തെഴുന്നേൽപ്പ്, മഹ്ശറ, വിചാരണ, സ്വർഗം, നരകം, ഇതിനെ സംബന്ധിച്ച് ഖുർആനിലെ മൂന്നിലൊന്നോളം ആയത്തുകൾ അതുമായി ബന്ധപ്പെട്ടതാണ്. അതിനെ മുഴുവൻ മാലിക് യൗമിദ്ദീൻ എന്ന ഒറ്റ കൊച്ചു വചനത്തിൽ അല്ലാഹു ഉൾച്ചേർത്തിരിക്കുന്നു എന്നതാണ്. ഖുർആൻ നിരന്തരമായി നാം നോക്കിയാൽ ഫാത്തിഹയ്ക്ക് തുടർച്ചയായി അൽ-ബഖറയും ആൽ-ഇംറാനും അങ്ങനെയുള്ള വിഷയങ്ങൾ നോക്കിയാൽ ആ ദിവസത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കൂടുതൽ കാണാം. വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈഅ. നിങ്ങൾ സൂക്ഷിക്കണേ ആ ദിവസത്തെ. ഈ യൗമുദ്ദീനാണ് ആ യൗം. ഈ യൗമുദ്ദീനാണത്. അതിൻ്റെ മാലിക്കാണ് അല്ലാഹു. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈഅ. ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ സഹായിക്കാൻ പറ്റാത്ത ദിവസമാണത്. വലാ യുഖ്ബലു മിന്നാ ശഫാഅത്തുൻ, ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടാത്ത ദിവസമാണത്. വലാ യൂഖദു മിന്നാ അദ്ലുൻ, പകരമായി മറ്റൊന്നും സ്വീകരിക്കാത്ത ദിവസമാണ്. വലാ ഹും യുൻസറൂൻ, ഒരു നിലയിലും സഹായിക്കപ്പെടാത്ത ദിവസമാണ്. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. സൂറത്തുൽ ബഖറയിലെ 48-ാമത്തെ ആയത്ത്. ആ ദിവസം നിർഭയം സമാധാനം നൽകുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് സഹോദരങ്ങൾ ആ ദിവസത്തിന്റെ വിശേഷം? ഇന്ന് നമ്മുടെ ഗവൺമെന്റ് എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലും കൊല്ലത്തും സൂര്യതാപം, ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അതുകൊണ്ട് ആ 2 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. എത്രയോ കിലോമീറ്ററുകൾ അകലെയുള്ള സൂര്യന്റെ താപം സഹിക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ സൂര്യൻ തലക്ക് മുകളിൽ നിൽക്കുന്ന മഹ്ശറ ഭൂമിയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു തണലുമില്ലാത്ത ആ ദിവസത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അത് ആലോചിക്കുമ്പോൾ അപ്പേരിൽ ഇവിടത്തെ വെയിൽ കൊള്ളേണ്ട കാര്യം തന്നെ ഇല്ല. അതിനുവേണ്ടി വെയിൽ കൊള്ളണ്ട. ഈ വെയിലിന്റെ ചൂടറിയുമ്പോ അതുകൂടി ഒന്ന് ചിന്തിച്ചാൽ മതി. പരലോകത്തിലെ ചൂടുകൂടി, നരകത്തിന്റെ ചൂടുകൂടി ഒന്ന് ചിന്തിച്ചാൽ മതി. ഇവിടെ വെയിൽ കൊണ്ടതുകൊണ്ടും ചൂടേറ്റത് കൊണ്ടും പരലോകത്ത് പ്രത്യേകിച്ച് പുണ്യൊന്നും കിട്ടാനില്ല. വളരെ ശ്രദ്ധിക്കണം. അത് ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളുടെ കാര്യത്തിൽ. ആ ദിവസങ്ങളായിട്ട് പോലും പള്ളിയിലേക്ക് നേരത്തെ എത്താൻ പറ്റുന്നില്ലല്ലോ. നമുക്ക് ചൂട് കൂടി വരുന്നു. അതിനു മുമ്പെങ്കിലും പള്ളിയിലേക്ക് എത്താൻ അങ്ങനെ ഒരു ചിന്ത പോലും നമുക്ക് വരുന്നില്ലല്ലോ സഹോദരങ്ങളെ. ആലോചിച്ച് നോക്കും നിങ്ങൾ. കുട്ടികൾ അവർക്കതിന്റെ ഗൗരവം അറിയില്ല. വെയിലത്ത് കളിക്കും. ആവശ്യമുള്ളതിന് ആവശ്യമില്ലാത്തതിനൊക്കെ ഇങ്ങനെ പുറത്തു പോയിക്കൊണ്ടിരിക്കും. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നാശത്തിലേക്ക് നിങ്ങൾ നീങ്ങരുത് എന്ന് അള്ളാഹു തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത്തരം അപകടങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നാം ഏവരെയും കാത്തു രക്ഷിക്കട്ടെ. പരലോകത്തിലെ ആ മഹ്ശറയിലെ ചൂടിൽ നിന്നും നരകത്തിന്റെ ചൂടിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഈ ആയത്തിൽ എന്താ പറഞ്ഞത്? ആ ദിവസത്തെ സൂക്ഷിക്കാൻ പറഞ്ഞ അതിലെന്താ പറഞ്ഞത്? ഒരാൾക്ക് മറ്റൊരാളെ സഹായിക്കാൻ പറ്റില്ല. അന്നോ ആ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വലാ യുഖ്ബലു മിന്നാ ശഫാഅത്തുൻ, ഒരു ശുപാർശയും സ്വീകരിക്കില്ല. വലാ യൂഖദു മിന്നാ അദ്ലുൻ,
ഇത് ഒരു സ്ഥലത്തല്ല, ഖുർആനിൽ അനേകം സ്ഥലത്ത്. എന്നാൽ നമ്മുടെ ഉമ്മത്തിലെ ജനങ്ങൾക്ക് സാധാരണക്കാരുടെ ധാരണ എന്താണ്? ആ ധാരണ എങ്ങനെ വന്നതാണ്? നമ്മൾ മരിച്ചുപോയ മഹാന്മാർ നമുക്കവിടെ ശുപാർശ ചെയ്യുമെന്നാണ് അറിവില്ലാത്ത ജനങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് പുരോഹിതന്മാർ. അള്ളാഹ് പറഞ്ഞതിൻ്റെ നേരെ വിപരീതം. അള്ളാഹ് പറഞ്ഞു ഒരു ശുപാർശയില്ലെന്ന് അള്ളാഹ് പറയാ. ഇപ്പൊ ഈ ആയത്തിൽ നിങ്ങൾ എന്താ കേട്ടത്? ഒരു ശുപാർശയുമില്ല, ഒരാൾക്കും ധൈര്യം വരില്ല. ആയത്തുൽ കുർസിയിൽ നമ്മൾ പഠിച്ചില്ലേ, ആളുകൾ പറയുന്നു അവന് ശുപാർശ ചെയ്യും, ഇവര് ശുപാർശ ചെയ്യുമെന്ന്. ആർക്കാണ് റബ്ബിന്റെ അനുമതി ഇല്ലാതെ ശുപാർശ ചെയ്യാൻ കഴിയുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് റബ്ബ് ചോദിക്കുന്നു. അള്ളാഹ് അനുമതിക്കാതെ ശുപാർശ ആർക്കാ പറ്റുക? പ്രിയപ്പെട്ടവരെ, അപ്പോ എന്താ ശുപാർശ ഇല്ല? അള്ളാഹ് പറഞ്ഞു പകരം അതും സ്വീകരിക്കൂല. നരകത്തിലേക്ക് പോകുന്ന മനുഷ്യൻ എന്റെ മകനെ നരകത്തിനെടുത്തിട്ട് എന്നെ രക്ഷപ്പെടുത്താൻ പറഞ്ഞാൽ സാധ്യമാവുകയില്ല. വാപ്പാനെ നരകത്തിൽ കൊടുത്തിട്ട് മകന് രക്ഷപ്പെടാൻ കഴിയില്ല. ഭാര്യയെ നരകത്തിന് കൊടുത്തിട്ട് ഭർത്താവിന് രക്ഷപ്പെടാൻ കഴിയില്ല. ഒന്നും പകരം സ്വീകരിക്കുകയില്ല. വലാഹും യൻസറൂൻ, ഒരു നിലയിലും സഹായിക്കപ്പെടുകയില്ല. അവനവൻ ചെയ്ത അമലല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടാവുകയില്ല. ഇവിടെ പ്രിയപ്പെട്ടവരെ, പാവങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അത് കാഫിരീങ്ങളുടെ കാര്യമാണ് പറയണത്. കാഫിരീങ്ങൾക്ക് ആരും സഹായിക്കാണ്ടാവില്ല, ശുപാർശ ചെയ്യാണ്ടാവില്ല. എന്നാൽ നിങ്ങൾ അൽബക്കറയിലെ തന്നെ 254 ആയത്തുനിന്ന് കേട്ടു നോക്ക്. യാ അയ്യുഹല്ലദീന ആമനൂ. അള്ളാഹ് വിളിക്കുന്ന ആരാണ്? കാഫിരീങ്ങളല്ല, മുശ്രിക്കീങ്ങളല്ല. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, അംഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ വലാ ഖുല്ലത്തുൻ വലാ ശഫാഅ വൽ കാഫിറൂന ഹുമുൽ ളാലിമൂൻ. സത്യവിശ്വാസികളെ, അംഫിഖൂ മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണേ. മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ, ഒരു ദിവസം വരാനുണ്ട്, അതിനു മുമ്പ് നിങ്ങൾ ചെലവാക്കണം. ആ ദിവസം വന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ദിവസം വന്നെത്തുന്നതിന് മുമ്പ് ചെലവാക്കണം. എന്താ ദിവസത്തിൻ്റെ പ്രത്യേകത? ലാ ബൈഉൻ, ഒരു ഇടപാടും നടക്കില്ല, ക്രയവിക്രയങ്ങളൊന്നും നടക്കില്ല. വലാ ഖുല്ലത്തുൻ, ഒരു സ്നേഹബന്ധം ഉപകരിക്കാത്ത ദിവസമാണ്. വലാ ശഫാഅത്തുൻ, ഒരു ശുപാർശയും ഇല്ലാത്ത ദിവസമാണ്. ആരെ വിളിച്ചിട്ടാണ് പറയുന്നത്? സത്യവിശ്വാസികളെ വിളിച്ചിട്ടാണ് അള്ളാഹ് പറയുന്നത്. വൽ കാഫിറൂന ഹുമുൽ ളാലിമൂൻ, ഇതിന് വിരുദ്ധമായി വിശ്വസിക്കുന്ന നിഷേധികൾ അവര് അക്രമികൾ തന്നെയാണ്. നമ്മുടെ കർമ്മങ്ങൾ മാത്രം. അതുകൊണ്ട് മരണത്തിന് മുമ്പ് നമ്മൾ ചെയ്ത നമ്മുടെ നിസ്കാരം, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ നോമ്പ്, നമ്മുടെ ദാനധർമ്മങ്ങൾ, നമ്മുടെ ഖിറാത്ത്, ഇത് നമുക്ക് വേണ്ടി നാം ചെയ്യേണ്ടതാണ്. ഞാൻ മരിച്ചിട്ട് മറ്റുള്ളവർ ചെയ്ത് അങ്ങനെ രക്ഷപ്പെടാമെന്ന് കരുതണ്ടെന്നാണ് അള്ളാഹ് പറഞ്ഞത്. നാട്ടിലെന്താ നടക്കുക? നാട്ടിലെന്താണ് നടക്കുന്നത്? പ്രായമായ രോഗികളായിട്ടുള്ള ആളുകൾ ധർമ്മം ചെയ്യാൻ അപ്പോഴും അവർക്ക് തോന്നുന്നില്ലല്ലോ. മക്കളോടും പേരമക്കളോടും അവർ ഉപദേശിക്കുന്നതാണ്, ഞാൻ മരിച്ചാൽ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണം, ഖുർആനോത്തുണ്ടായിരിക്കണം, ആളുകളെ വിളിച്ച് ഭക്ഷണം കൊടുക്കണം, ഇന്ന പാവങ്ങൾക്കൊക്കെ സഹായിക്കണം. ഞാൻ മരിച്ചാൽ തീരെ കൂലി കിട്ടൂല എന്ന് ഉറപ്പാക്കണം ആ പറയുന്ന ആൾ. അതിന്ന് ഒരു കൂലിയും ആ മരിക്കുന്ന ആൾക്ക് കിട്ടൂല എന്ന് ഉറപ്പാക്കണം. എത്ര നിർഭാഗ്യം എന്നാലോചിച്ചൊക്കെ. ജീവനോടെ ഇരിക്കുമ്പോ കൊടുക്കണ്ടേ, നിസ്കരിക്കണ്ടേ, ദുആ ഇറക്കണ്ടേ, ഖുർആൻ ഓതണ്ടേ, എല്ലാം ചെയ്യണ്ടേ. നമ്മുടെ നാട്ടിലെ സമ്പ്രദായമല്ലേ, മരിച്ച ആൾക്ക് വേണ്ടി യാസീനോ മറ്റു ഖുർആനോ ഓതി അതിൻ്റെ കൂലി ഹദിയ ചെയ്യുന്നൊരേർപ്പാടുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. അതിനെക്കുറിച്ച് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി എന്താ പറഞ്ഞത്?
സൂറത്ത് നജ്മിലെ 39-ാമത്തെ ഒരു വചനമുണ്ട്, കൊച്ചു വചനം. ഒരു മനുഷ്യൻ അധ്വാനിച്ചതിന്റെ ഫലമല്ലാതെ പരലോകത്ത് ലഭിക്കില്ല എന്ന് റബ്ബ് പറഞ്ഞല്ലോ. ഷാഫി മദ്ഹബുകാരനായ മുഫസ്സിർ ഇമാം ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ കൃത്യമായി ഈ ആയത്തിന്റെ സൂറത്ത് നജ്മിലെ 39-ാമത്തെ വചനം എന്ന ആയത്തിന്റെ തഫ്സീറിൽ കൃത്യമായി ഷാഫിയെ പിന്തുടരുന്ന ഇമാമായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു തഫ്സീറിൽ. മിക്കവാറും പള്ളികളിലൊക്കെ അത് ഉണ്ടാവും, വലിയ പണ്ഡിതന്മാരൊക്കെ അത് ഓതും. ചെറിയ പുസ്തകന്മാർക്ക് അറിയില്ലെങ്കിലും വലിയ പണ്ഡിതന്മാരൊക്കെ തഫ്സീർ ഓതിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്താ ഇത് പറഞ്ഞേക്കണേ? ഇമാം ഷാഫി, ശ്രദ്ധിച്ചോ, ഇമാം ഷാഫി തെളിവ് പിടിച്ചത് ഈ ആദരവായ ആയത്തിനെയാണ്. എന്തിനു തെളിവ്? മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദിയ ചെയ്താൽ, അതിൻ്റെ കൂലി ഹദിയ ചെയ്താൽ മരിച്ചവർക്ക് കിട്ടില്ല എന്നതിന് ഇമാം ഷാഫി തെളിവ് പിടിച്ചത് ഈ ആയത്താവുന്നു. എന്നിട്ടിപ്പോ നാട്ടിലെങ്ങനെ ഷാഫികൾ നടക്കണേ? ഷാഫികളാണെന്ന് പറയുന്ന ആളുകളൊക്കെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സൂറത്ത് മുൽക്ക് നമ്മൾ ഓതുക, ജീവിച്ചിരിക്കുമ്പോൾ ഓത് തന്നെ മുൽക്ക്, ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഓതുക. ഇപ്പൊ എന്താ കാണുക? നമ്മൾ മറ ചെയ്തിട്ട് ആൾക്കാർ വട്ടിട്ട് വന്നിട്ട് മറ്റുള്ളവർ മുൽക്ക് ഓതുക. അള്ളാഹ് പറഞ്ഞു, നീ ചെയ്ത കർമ്മമല്ലാതെ നിനക്കില്ല. ഒരു മനുഷ്യന്റെ റൂഹ് വേർപെട്ടതോടുകൂടി എല്ലാത്തിൽ നിന്നും അവൻ വേർപെട്ടു. എത്രയോ ഏക്കർ, എത്രയോ ലക്ഷം, കോടികൾ, ബിൽഡിങ്ങുകൾ ഒക്കെ ഉണ്ടായിരുന്ന മനുഷ്യനാ. റൂഹ് വേർപെട്ടപ്പോ മയ്യത്തിന് സ്വത്തില്ല, അനന്തരാവകാശികളായി മാറി. അതിനു മുമ്പ് ചെലവാക്കാൻ അനന്തരാവകാശികൾക്ക് വീതിക്കപ്പെടുന്നതിന് മുമ്പ് റബ്ബ് നിനക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് നീ ചെലവാക്കാൻ എല്ലാവരും ആ റബ്ബിന്റെ മുമ്പിൽ നേരെ നിൽക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ആ മഹ്ശറാഭൂമിയെ പറ്റി സൂറത്ത് താഹയിൽ പറയുന്നു. അള്ളാഹ് പറയാം, ആ മഹ്ശറാഭൂമിയെ നിരപ്പായ ഒരു മൈതാനമാക്കും. ഉയർന്നു നിൽക്കുന്നതൊക്കെ തകർപ്പക്കപ്പെട്ടിട്ടുണ്ടാവും, നിരന്ന മൈതാനമാക്കും. ലാ തറാ ഫീഹാ ഇവജം വലാ അംതാ, ഒരു കുഴിയോ ഒരു കുന്നോ ഒരു കയറ്റമോ ഒരു ഇറക്കമോ നീ കാണുകയില്ല. യൗമദിൻ യത്തബിയുദ്ദാഇ അലാ ഇവജലഹു, അന്ന് മഹ്ശറയിലേക്ക് ക്ഷണിച്ചു പോകുന്നവനെ വഴി തെറ്റാതെ അവർ പിന്തുടരും. പരമകാരുണികനായ റബ്ബിന് മുമ്പിൽ എല്ലാ ശബ്ദങ്ങളും അടങ്ങിപ്പോകും. നേരിയ മുഴക്കമല്ലാതെ മറ്റൊരു ശബ്ദവും കേൾക്കുക. എല്ലാ ശബ്ദങ്ങളും റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ അടങ്ങിപ്പോകും. എന്തിനറിയോ? ഒരു കുന്നിൽ ഒളിക്കാൻ പറ്റില്ല, ഒരു കുഴിയിൽ ഒളിക്കാൻ പറ്റില്ല. ഒരു പുൽക്കൊടിയുടെ മറയില്ലാതെ റബ്ബിന് നേരിടേണ്ടി വരും ഓരോരുത്തരും അവർ ചെയ്ത കർമ്മങ്ങളുമായി. അവൻ നന്മയാവട്ടെ തിന്മയാവട്ടെ അതുമായിട്ട് അവൻ അള്ളാഹുവിനെ നേരിടേണ്ടി വരുന്ന ദിവസമാണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ മഹ്ശറയെ കുറിച്ച് പറഞ്ഞത്? ഇത് ആയത്താണ്, നിങ്ങൾ കേട്ട സൂറത്ത് താഹയില. ഉമിയും തവിടും അരിച്ചു മാറ്റിയ പൊടി കൊണ്ട് ഉണ്ടാക്കുക പത്തിരി, അതുപോലെ ആയിരിക്കും മഹ്ശറ മൈതാനം. ഉമിയുടെ മറ കിട്ടില്ല. റബ്ബിന്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു ഉമിയുടെ മറ പോലും ഇല്ലാത്ത ദിവസമാണ് പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഇവിടത്തെ ചൂട് കൂടുമ്പോ, ഇവിടത്തെ ഉഷ്ണതാപങ്ങളെ കുറിച്ച് നാം ഭയപ്പെടുമ്പോ, ഒപ്പം വരാനിരിക്കുന്ന മഹ്ശറയിലെ ആ ചിന്ത കൂടി നമുക്ക് വരണം.
മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഭയപ്പാട് കൂടി, ഒരു ഉള്ളൊരുക്കം കൂടി നമുക്കുണ്ടാവണം. ആ റബ്ബിൻ്റെ മുമ്പിലാണ്, മാലിക്കിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. മാലിക്കായ റബ്ബിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ നിസ്കരിക്കുമ്പോൾ എല്ലോ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ആ സഹോദരങ്ങളെ. നമ്മ മനപ്പാഠം പഠിച്ചുകൊണ്ട് ഓതിപ്പോവല്ലേ, അങ്ങനെ ഒരു ഫീല് നമുക്ക് വരുന്നുണ്ടാ? ആരുടെ മുന്നിലാണ് ഇപ്പം നമ്മൾ നിൽക്കണേ? മാലിക് യൗമിദ്ദീൻ്റെ മുന്നിൽ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കണ ആരുടെ? മാലിക് യൗമിദ്ദീൻ്റെ മുന്നിലല്ലേ നമ്മൾ നിൽക്കുന്നത്. ആ റബ്ബിനെ വാഴ്ത്തിക്കൊണ്ടല്ലേ പറഞ്ഞത് മാലിക് യൗമിദ്ദീൻ. ഒരു ഉൾക്കിടിലം അള്ളാഹ് സച്ചരിതരായ മനുഷ്യരെ പറ്റി അള്ളാഹ് പറഞ്ഞില്ല, എന്നോട് അവർ പ്രാർത്ഥിക്കുന്നത് പ്രതീക്ഷയോടും ഭയപ്പാടോടും കൂടിയാണ്. അപ്പോൾ മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ റബ്ബിൻ്റെ കാരുണ്യത്തെക്കുറിച്ചൊരു പ്രതീക്ഷയും ആ ദിവസത്തിൻ്റെ ഭയാനകതയെക്കുറിച്ചൊരു ഭയവും രണ്ടും കലർന്ന ഒരു വികാരമാണ് ആ നമസ്കാരത്തിൽ നമ്മളത് പറയുമ്പോൾ ഉണ്ടാവേണ്ടത്. ഇത് കൃത്യമായി അറിഞ്ഞ് മനസ്സിലാക്കി ഭക്തിപൂർവ്വം നമ്മൾ ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അയ്യുഹന്നാസ് ഊസീകും ബിഇബാദില്ലാഹി വഇയ്യായ തഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ ആശയം ഖുർആനിൽ ആവർത്തിച്ചു വരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ ഒരൊറ്റ ആയത്ത് മാത്രം പഠിച്ചാൽ ബാക്കിയെല്ലാം കിട്ടുന്നൊരായത്തുണ്ട് ഖുർആനിൽ. ഒരായത്ത് മാത്രം പഠിച്ചാൽ മതി. സൂറത്ത് ലുഖ്മാനിലെ 33-ാമത്തെ ആയത്ത് പഠിച്ചാൽ ഖുർആനിൽ ഈ ആശയത്തിൽ വന്ന മുഴുവൻ ആയത്തുകളെയും മനസ്സിലാവും. യാ അയ്യുഹന്നാസ്, അവിടെ മനുഷ്യരെ വിളിച്ചുകൊണ്ടാണ് അവിടെ പറയും, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. വഖ്ശൗ യൗമൻ, ആ ദിവസത്തെ സൂക്ഷിക്കണം. യൗമുദ്ദീനാണ് ആ ദിവസം. യൗമുദ്ദീൻ എന്ന് പറഞ്ഞ ദിവസമാണ്. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. എന്താ വിശേഷം? ലാ യജ്സി വാലിദുൻ അൻ വലദിഹി, ഒരു പിതാവിനും സന്താനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റാത്ത, ഒട്ടും ഉപകാരം ചെയ്യാൻ പറ്റാത്ത ദിവസം. വളരെ ശ്രദ്ധിക്കണം അള്ളാഹ് ഉപയോഗിച്ച വാക്കുകൾ. അൻ വാലിദീശയാണ്, വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദീശിയ, ഒരു സന്താനത്തിനും മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാൻ പറ്റാത്ത ദിവസമാണ്. ആലോചിക്കുന്നത് എന്തിനാണ് റബ്ബ് മാതാപിതാക്കളെയും മക്കളെയും പറഞ്ഞത്? നമുക്കറിയാം, ആധികാരികമായ ബന്ധമാണത്, തുടച്ചു നീക്കാൻ പോകുന്ന ബന്ധമല്ല. ഒരു അധികാരി, ഒരാളുടെ അധികാരി വാപ്പണം. അപ്പോ വാപ്പാക്ക് മക്കൾക്ക് വേണ്ടിയോ, മക്കൾക്ക് വാപ്പാക്ക് വേണ്ടിയോ, അല്ലെങ്കിൽ അമ്മക്ക് വേണ്ടിയോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ദിവസമാണത്. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, നിശ്ചയം അള്ളാഹിന്റെ വാഗ്ദാനം പരമസത്യമാണ്. ഫലാ തഗറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, ഈ ദുനിയാവിലെ ജീവിതം നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ. വലാ യഗറന്നകും ബില്ലാഹിൽ ഗറൂർ, ആ പരമ വഞ്ചകനായ ഇബ്ലീസ് നിന്നെ ചതിക്കാതിരിക്കട്ടെ. ചതിച്ചുകൊണ്ടിരിക്കുക. സമ്പത്തുള്ള ആൾ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പാപ്പാനെ ഉമ്മാനെ സ്നേഹിക്കുന്ന മക്കൾ എന്താ വേണ്ടത്? പാപ്പാനെ കൊണ്ടും ഉമ്മാനെ കൊണ്ട് തന്നെ ധർമ്മം ചെയ്യിക്കാം. അവർ മരിക്കുന്നതിന് മുമ്പ് മക്കൾക്ക് സ്നേഹമുണ്ടെങ്കിൽ വാപ്പ മരിച്ചിട്ട് ഞാൻ ചെലവാക്കണതിനെ പറ്റിയല്ല ആലോചിക്കേണ്ടത്. എൻ്റെ വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവരൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് കൊടുക്കാമല്ലോ. അവരൊക്കെ ഇല്ലെങ്കിൽ മക്കൾ കൊടുക്കണമല്ലോ. മക്കളും മക്കൾക്കുള്ളതും വാപ്പാടെ ഉമ്മാടെ തന്നെയാണ്. മക്കൾക്കുള്ളതും വാപ്പാടെയാണ്. അപ്പോൾ വാപ്പാക്കും ഉമ്മാക്കും സ്വന്തമായി കഴിവില്ലെങ്കിൽ ആ മക്കൾ, സ്നേഹിക്കുന്ന മക്കൾ, അല്ലെങ്കിൽ സ്നേഹിക്കുന്ന പേരമക്കൾ,
അവർ കൊടുത്തിട്ട് മരിക്കുന്നതിന് മുമ്പ് ധർമ്മം ചെയ്ത് കൂലി മേടിച്ചോ വാപ്പാ. നേരെ തിരിച്ചാ, ഞാൻ മരിച്ചാ നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. മരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന കാര്യമാണ് ആലോചിക്കേണ്ടത്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, എത്രമാത്രം വഞ്ചിതരായിട്ടുണ്ട് ഈ സമുദായം. നമ്മൾക്കൊരാശ്വാസം, മക്കൾ ചെയ്താൽ കിട്ടും. മക്കൾ ചെലവാക്കിയ വാപ്പാക്ക് കിട്ടും. അത് വലിയൊരു ഇഷ്യമായിട്ട് നിൽക്കുക. ഒരാൾക്ക് വേണ്ടി ഒരാളും എന്ന് അള്ളാഹ് പറഞ്ഞാൽ ഇവിടെ എന്താ പറയുന്നത്? മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾക്കോ, മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ദിവസം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരിച്ചാൽ കിട്ടുന്ന 3, മരിച്ചാലും പുണ്യം തടയപ്പെടാത്ത കിട്ടിക്കൊണ്ടേയിരിക്കുന്ന 3 കാര്യം. ആ ഹദീസ് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവുമല്ലോ, നമുക്ക് സംശയം മാറുമല്ല. എന്താ പറഞ്ഞ? സദഖത്തുൻ ജാരിയ. അതെപ്പോഴാ? അയാൾ മരിച്ചിട്ടാ? അല്ല. അയാൾ മരിച്ചിട്ട് വാപ്പാക്ക് വേണ്ടി മക്കൾ ചെയ്യുന്നതാണോ? അല്ല. ജീവിച്ചിരിക്കുന്ന സമയത്ത് ജാരിയായ സദഖ, അള്ളാഹിന്റെ ദീനിൽ, അള്ളാഹിന്റെ പ്രീതി കിട്ടുന്ന മാർഗത്തിൽ, പുണ്യമാർഗത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന പള്ളി, മദ്രസ, അതുപോലുള്ള മനുഷ്യന് ഉപകാരപ്രദമായ കാര്യങ്ങൾ, കുടിവെള്ളത്തിൻ്റെ സംവിധാനം, ആ ചെയ്ത ആൾ മരിച്ചാലും അതിൻ്റെ കൂലി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അറിവ് നേടിയ മനുഷ്യൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താൽ, ആ പകർന്നു കൊടുത്ത ആൾ മരിച്ചു പോയാലും പകർന്നു കൊടുക്കപ്പെട്ടവർ അത് വെച്ച് അമല് ചെയ്യുമ്പോൾ ആ പകർന്നു കൊടുത്ത ഓഹരി ചെയ്ത ആളുടെ കൂലി കുറക്കാതെ, ചെയ്ത ആളുടെ കൂലിയിൽ നിന്ന് കുറക്കാതെ എന്ത് ചെയ്യും? പഠിപ്പിച്ചു കൊടുത്താൽ അതിൻ്റെ ഓഹരി കിട്ടിക്കൊണ്ടിരിക്കും മരിച്ചാലും. മൂന്നാമത്തെ എന്താണ്? അതാണ് ശ്രദ്ധിക്കേണ്ടത്. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം. വലതുൻ സ്വാലിഹുൻ യഅമലു ലഹു എന്നല്ല, സ്വാലിഹായ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വാലിഹായ സന്താനമല്ല, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മ മരിച്ചിട്ട് നമ്മുടെ സ്വത്തിൽ നിന്ന് മക്കൾ ചെലവാക്കുമ്പോൾ ആ വിഷയം വേറെയാണ്. ഇനി ആകെ ഒരു വിഷയമുള്ളത്, നമ്മൾ ജീവിച്ചിരിക്കും മക്കളെ ധർമ്മം ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മക്കൾക്ക് മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, മക്കൾക്ക് പാപ്പം ഇങ്ങനെ ചെയ്യാം. പട്ടിണിയുടെ കാലത്ത്, ജോലികളില്ലാതെ വിഷമിക്കുന്ന കാലത്ത് പാവങ്ങളെ സഹായിക്കുന്ന രീതി ഞാൻ തുടരുകയും എൻ്റെ മക്കളെയും പേരമക്കളെയും അത് പഠിപ്പിക്കുകയും ചെയ്താൽ അവരും ചെയ്യുമ്പോൾ ആ പ്രേരണയുടെ കൂലി, ആ പ്രേരണയുടെ കൂലി ആ മാതൃക കാണിച്ചാൽ കിട്ടും. അങ്ങനെ ചെയ്തു കൊടുക്കേണ്ടത്. കൊടുക്കണ്ടെന്നല്ല, നമ്മൾ തിരിച്ചാണല്ലോ പറയണത്, തിരിച്ചു പറയുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ മാലിക് യൗമിദ്ദീൻ്റെ മുന്നിലാണ് ഞാനും നിങ്ങൾ നിന്നുകൊണ്ട് ഇത് പറയുന്നത് എന്ന ഓർമ്മ അത് പറയുമ്പോൾ നമുക്ക് വേണം. ആ ദിവസത്തെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ വായിക്കണെന്താ? നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്നു, കുഴഞ്ഞു വീണങ്ങോട്ട് മരിക്കുന്നു. പല രീതിയിലുള്ള മരണങ്ങൾ. മനുഷ്യൻ അങ്ങനെ പറയല, മനുഷ്യൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുന്ന അപകടങ്ങൾ, മനുഷ്യൻ വിചാരിക്കാത്ത രൂപത്തിൽ സംഭവിക്കുന്ന അപകടങ്ങൾ പല രീതിയിലാണ്. എല്ലാ അപകടങ്ങളും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, 6000 ചില്ലാന ആയത്തുണ്ട് ഖുർആനിൽ. അതിൽ അവസാനമിറങ്ങിയ ആയത്ത് സൂറത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, സൂറത്ത് നസ്ർ. അവസാനം ഇറങ്ങിയ സൂറത്ത് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിനെ കുറിച്ച് സൂചന നൽകുന്ന ഒരു സൂറത്താണത്. അവസാനം ഇറങ്ങിയ ആയത്ത്, സൂറത്തല്ല ആയത്ത്. മുഫസ്സിറുകൾ പറയുന്നത് സൂറത്തുൽ ബഖറയിലെ 281 ആയത്താണ് അവസാനം ഇറങ്ങിയ. വത്തഖൂ യൗമൻ,
ഈ വിഷയം. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. അന്ന് ഓരോരുത്തർ അധ്വാനിച്ചതിൻ്റെ ഫലം അവർക്ക് അവിടെ നൽകപ്പെടും. ഒരു നിലയിലും അവർ അനീതിക്ക് വിധേയരാവുകയില്ല. ഏത് സൽക്രമം ചെയ്തവനും അത് നിരാകരിക്കപ്പെടുകയില്ല. അതുപോലെ തന്നെ തിന്മയാണെങ്കിൽ അത് ഏറ്റെടുക്കാനും ഒരാളുണ്ടാവില്ല. നീതിപൂർവമായിരിക്കും. അല്ലാഹു ഈ ദിനത്തെ ഭയപ്പെടുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആ ദിനത്തെ ഭയപ്പെട്ടുകൊണ്ട് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്നവരായി അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ദിവസത്തിൽ മനസ്സമാധാനവും നിർഭയത്വവും നൽകി എളുപ്പമായ വിചാരണ നേരിട്ട് അതിവേഗം സ്വർഗത്തിലേക്ക് പോകുന്നവരിൽ അല്ലാഹു നമ്മെ ഏവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിന്നാ വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.